ശ്രീ ഹരിദാസ്, എന്ത് പ്രതീക്ഷിക്കാം? അടുത്ത ദിവസം നിർണായകമാണ്. കറക്റ്റ്. നോക്കൂ, ഇതിൽ നമ്മളെന്ത് വേണമെന്നറിയാം. ഇത്തരത്തിൽ സ്ത്രീകൾക്ക് രാത്രി കാലത്തായാലും പകലായാലും അവരുടെ കർത്തവ്യ നിർവഹണം അവരെ ഏൽപ്പിച്ചിട്ടുള്ള അവർക്ക് അല്ലെങ്കിൽ അവർ ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള അപകടങ്ങൾ നേരിടുന്നുവെങ്കിൽ അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാവാൻ ഏതെങ്കിലും അധികാരികൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ പെൺകുട്ടിക്ക് ഇതിൻ്റെ ആ പ്രിൻസിപ്പൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഈ കേസിൽ കക്ഷി ചേർത്തുകൊണ്ട് ഈ കേസിൽ പ്രതിയാക്കിക്കൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യണം. ഞാൻ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വന്ദനാദാസിന് ഇത്തരത്തിലൊരു ദുരന്തം നേരിടാനുണ്ടായ സാഹചര്യം എന്താണ്? അവിടെ കൃത്യമായിട്ടുള്ള സുരക്ഷാ സംവിധാനം ഒരുക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ, മേലുദ്യോഗസ്ഥർക്കെതിരെ, വകുപ്പ് മന്ത്രിക്കെതിരെ വരെ കേസെടുക്കാനുള്ള ഒരു നിയമ സംവിധാനം നമുക്കുണ്ടാകണം. ജനിച്ചു വീഴുന്നത് പെൺകുഞ്ഞാണെങ്കിൽ ആ പെൺകുഞ്ഞിനെ മാറോടടക്കി പിടിച്ചുകൊണ്ട് മുൻപോട്ട് പോകേണ്ട ഇവിടുത്തെ വീട്ടമ്മമാരുടെ ഗതികേട് ഒരു ഭാഗത്ത്, ഇത്തരത്തിൽ അവർ മുതിർന്നുകൊണ്ടൊരു ജോലിയൊക്കെ ആയിട്ട് ആ ജോലിക്ക് പോയിട്ട് ആ ജോലി കൃത്യമായിട്ട് ചെയ്തിട്ട് അവർ തിരിച്ച് വീട്ടിലെത്തുന്നവരെ ആദ്യം പിടിച്ചിരിക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മളുടെ ഭാരതത്തിൻ്റെ ആർഷ സംസ്കാരം, അല്ലെങ്കിൽ പറഞ്ഞ വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് എല്ലാ കാലത്തും നമ്മൾ അങ്ങേയറ്റം അഹങ്കരിച്ചിരുന്ന ഇന്ത്യയുടെ നെഞ്ചത്തേക്കൊരു മഴ കൊണ്ട് വെട്ടിയിറക്കിയതുപോലെ ഈ കൽക്കത്തയിലെ സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ കാരണക്കാരായിട്ട് ഇത്തരത്തിലുള്ള സുരക്ഷ ഒരുക്കി കൊടുക്കേണ്ടവരുടെ ഭാഗത്ത് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ ഈ നടപടി എടുക്കത്തക്ക തോതിൽ നമ്മുടെ നിയമ സംവിധാനത്തിന്റെ പഴുതുകൾ ഉണ്ടെങ്കിൽ ആ പഴുതുകൾ അടച്ചുകൊണ്ട് ഒരു നീതി നിയമ സംവിധാനം ഉണ്ടാക്കിക്കൊണ്ട് അവർക്കും ശിക്ഷ വാങ്ങിക്കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ ജോലി ചെയ്യുന്നവർക്ക് കുറച്ചുകൂടി സുരക്ഷിതത്വ ബോധത്തോടു കൂടിയിട്ട് ജോലി ചെയ്യാനും അവരുടെ മാതാപിതാക്കൾക്കും രക്ഷിതാക്കൾക്കും ഒരു സുരക്ഷിത ബോധത്തോടു കൂടി വീട്ടിലിരിക്കാനും കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. രാജ്യത്തെ പരമോന്നത നീതിപീഠം തന്നെ നിയമവാഴ്ച തകർന്നെന്നുറക്കെ വിളിച്ച് പറയുമ്പോൾ പ്രതിഷേധം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറഞ്ഞ് തടിതപ്പാൻ ഇനിയും മമതയ്ക്ക് ആവില്ല. മമത ഒന്നുകിൽ രാജിവെക്കുക അല്ലെങ്കിൽ മമതയെ പിടിച്ച് പുറത്താക്കുക.